ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഉയർപ്പ് കാലം 7-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉയർപ്പ് കാലത്തിൻ്റെ ചൈതന്യമൊക്കെ നമുക്കറിയാം. ഈ 7-ാമത്തെ ആഴ്ചയിൽ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. രണ്ടാമത്തേത് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ ഒന്നാമത്തെ വായനയായിട്ട് ഞാൻ അപ്പസ്തോല പ്രവർത്തനത്തിലെ വായനയാണ് എടുക്കുന്നത്. അവിടെ പറഞ്ഞു വരുന്ന ഇതാണ്: അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, ഈശോയെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ടൊരു പറമ്പ് വാങ്ങി. അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. ജെറൂസലം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽദാമ എന്ന് വിളിക്കപ്പെട്ടു. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ ഈശോയുടെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ ഈശോ നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അവർ ബാർനബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യൂസ്തോസ് എന്നും പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, കർത്താവെ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. 11 അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നടക്കുന്നത്. 12 പേരെ ഈശോ തിരഞ്ഞെടുത്തു. പക്ഷെ അതിലൊരുത്തൻ യൂദാസ്, അവൻ ആ സ്ഥാനമൊക്കെ ഉപേക്ഷിച്ച് പോയി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈശോയുടെ ഉത്ഥാനത്തിനൊക്കെ ശേഷം പത്രോസ് പറയുകയാണ്, അവർ അപ്പസ്തോലന്മാർ മാത്രമല്ല, ഇവിടെ പറയുന്ന 120ഓളം സഹോദരന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പത്രോസ് പറയുന്നത്, യൂദാസ് പോയി കഴിഞ്ഞു, നമുക്ക് ഈ 12 തികയ്ക്കണം. 12 നിങ്ങൾക്കറിയാം, പ്രത്യേക പ്രാധാന്യമുണ്ട് യഹൂദരുടെ മനസ്സിൽ. ആ പൂർവ്വപിതാക്കന്മാർ അവരെയൊക്കെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ 12 എന്നുള്ള സംഖ്യയിലേക്ക് അവർ പോകുന്നത്. ഈശോയുടെ ശിഷ്യന്മാർ 12 പേര്. ആ പൂർവ്വ ഇസ്രായേലിൻ്റെ ദൈവം തിരഞ്ഞെടുത്ത ജനതയുടെ തുടർച്ച തന്നെയാണ് ഈ 2-ാമത്തെ ജനതയും. അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇത് കാര്യം വെളിപാട് പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ കാണാം, 24 പേരുടെ കാര്യമൊക്കെ കാണും. അപ്പോഴങ്ങനെ ഇവർ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അവർ വെറുതെ അങ്ങോട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. പകരം അവരൊരു വ്യവസ്ഥ വെക്കുകയാണ്. ഈശോ നമ്മുടെ കൂടെ നടന്നു, യോഹന്നാൻ്റെ സ്നാനം മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈശോയുടെ കൂടെ നടത്തുന്നു. ആ യോഹന്നാൻ മാംദാനായിൽ നിന്ന് ഈശോ സ്നാനം സ്വീകരിച്ച അന്ന് മുതൽ അവനോടൊപ്പം നടന്ന് അവൻ ചെയ്ത കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, തൊട്ടറിഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം അറിഞ്ഞ ഒരാൾ അവൻ വേണം യൂദാസിൻ്റെ സ്ഥാനത്തേക്ക് അപ്പസ്തോലനായിട്ട് വരാനായിട്ട്. അതാണ് വ്യവസ്ഥ. അങ്ങനെ അവർ കുറിയിടുന്ന 2 പേരുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. അതിൽ മത്തിയാസ് എന്ന് പറയുന്നവന് കുറി വീണു. അങ്ങനെ മത്തിയാസ് 12 പേരുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അത് ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെ ദൈവത്തിൻ്റെ ആ ചൈതന്യത്തിന് വിട്ടുകൊടുത്ത് അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അവിടെ രാഷ്ട്രീയവും ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ സഭാ നേതൃത്വത്തിലൊക്കെ ഈ രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കണം എന്നുള്ളതാണ്. അതിനർത്ഥം മറ്റൊന്നുമല്ല. നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ആ ശിഷ്യഗണത്തിലേക്ക്, അതും അടുത്ത ശിഷ്യഗണത്തിലേക്ക് വരേണ്ട ഒരാൾ, അയാളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം? അതിതാണ് ഈ കർത്താവിനെ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും കണ്ടറിയുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാകണം. അതിൻ്റെ കാരണം എന്താണ്? ഇല്ലെങ്കിലുള്ള പ്രശ്നം വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി ചിന്തിച്ചുകൊണ്ട് വരിക. നമുക്കൊരു ഈ റിലീജിയസ് കോൺഗ്രിഗേഷൻസൊക്കെ തുടങ്ങുന്ന ആദ്യകാലത്ത് അതിൻ്റെ ഫൗണ്ടേഴ്സ്മാരൊക്കെ ഉണ്ടാകും. അവരുടെ മരണശേഷം പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? അവർ എന്താണോ ഉദ്ദേശിച്ചത് അതൊന്നും അറിയാത്ത ആളുകൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീട് ആ സഭാ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ
ആ സമർപ്പിത സമൂഹത്തിൻ്റെയൊക്കെ ലക്ഷ്യം മാറിപ്പോകുന്നത് കാണാം. അതിൻ്റെ കാരണം ഇതാണ്, ആദ്യകാലത്ത് ഉണ്ടായിരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, കനാൻ ദേശത്തേക്ക് പ്രവേശിച്ച ആളുകൾ, ഇസ്രായേൽക്കാർ, അവർ ഈ മരുഭൂമിയിലൂടെ നടന്നു വന്നവർ, മോശയും അഹ്റോനെയൊക്കെ കണ്ടവർ, അതുപോലെ അവർ വഴി ദൈവം കൊടുത്ത പ്രമാണങ്ങളൊക്കെ കേട്ടവർ, അവരുടെ മരണശേഷം സംഭവിക്കുന്ന എന്താണ്? ഇതൊന്നും അറിയാത്ത തലമുറകൾ വരുന്നു. ആ തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ സഭാ നേതൃത്വത്തിൽ വരുന്നവർ കർത്താവിനെ അറിഞ്ഞവർ, കർത്താവിനെ തൊട്ടറിഞ്ഞവർ, കണ്ടറിഞ്ഞവർ, കേട്ടറിഞ്ഞവർ ആയിരിക്കണം. എന്നുവെച്ചാൽ നേരിട്ടൊരു പരിചയം. ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുക? നമ്മളാരും ഈശോയെ നേരിട്ടൊരു വ്യക്തി എന്ന നിലയിൽ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ അവിടുത്തെ വചനങ്ങൾ നിരന്തരമായിട്ട് വായിക്കുമ്പോൾ അവിടുന്ന് ആരാണെന്ന് മനസ്സിലാകും, ദൈവം ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ വചനങ്ങൾ വായിച്ച് ഹൃദയസ്ഥമാക്കുമ്പോൾ, അതില്ലാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് ദൈവശാസ്ത്രമൊക്കെ ഉണ്ടാക്കും. നമുക്കറിയാം, ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. ശാസ്ത്രം മനുഷ്യ സൃഷ്ടിയാണ്. അപ്പോൾ ആ മനുഷ്യ സൃഷ്ടിക്ക് എപ്പോഴും പരിമിതികളുണ്ട്. കാരണം പരിമിതികളുള്ള മനുഷ്യബുദ്ധിയിലൂടെയാണ് ദൈവശാസ്ത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബൈബിളാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥമാണെങ്കിലും പഠിക്കുമ്പോൾ, ബിബ്ലിക്കൽ തിയോളജി പഠിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കുമ്പോഴും എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ ഒറിജിനൽ സോഴ്സിലേക്ക് പോകണം, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോയിട്ട് അത് നമ്മളുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശോ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ, ഈശോ ജീവിച്ചത് എവിടെയാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള സ്ഥലനാമങ്ങൾ, വ്യക്തിനാമങ്ങൾ, സംഭവങ്ങൾ, കാലഘട്ടങ്ങൾ, ഇതെല്ലാം പ്രത്യേകതയുള്ളതാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സന്ദേശം മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞവർ, യഥാർത്ഥത്തിൽ ഈ നേതൃത്വങ്ങളിലേക്ക് വരുന്നവർ, അവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മിത്രാന്മാരും വൈദികരും സന്യസ്തരും അവർ മാത്രമല്ല. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും നമുക്ക് നേതൃത്വം ഉണ്ടല്ലോ. കുടുംബത്തിൽ കുടുംബനാഥനുണ്ട്, കുടുംബനാഥയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലാണെങ്കിൽ ഇടവക വികാരിച്ചനുണ്ട്, അല്ലെങ്കിൽ വേദപാഠത്തിൻ്റെ മാസ്റ്ററുണ്ട്, ഹെഡ് മിസ്ട്രസ് ഉണ്ട്, അധ്യാപകരുണ്ട്. ഇവരെല്ലാം നേതൃത്വത്തിലുള്ളവരാണ്. അതുമല്ലെങ്കിൽ നമുക്കറിയാം, സെക്കുലർ മേഖലയിലേക്ക് ചെന്നാൽ, നമ്മൾ ഏതൊരു മേഖലയിൽ ചെന്നാൽ ഒരു മന്ത്രിയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു തലപ്പത്തുള്ള ആരാണെന്ന് കരുതുക, അല്ലെങ്കിൽ പോലീസിൽ, ഇവരൊക്കെ ഈ ക്രൈസ്തവരെന്ന നിലയിൽ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് ഈ പറയുന്നത്. അവർ യഥാർത്ഥത്തിൽ ഈശോയെ കേട്ടവരും കണ്ടവരും അറിഞ്ഞവരൊക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനി എല്ലായിടത്തും ക്രിസ്ത്യാനി തന്നെയാണ്. അതിന് പള്ളിയെന്നോ അല്ലെങ്കിൽ വേറൊരു സ്ഥലമൊന്നുമില്ല. പലരും വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിലൊരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അവിടെ സെക്കുലർ മതേതരത്വം പറയണമെന്നുള്ളതാണ്. മതേതരത്വം കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ അവനവൻ്റെ വിശ്വാസത്തെ, അവനവൻ്റെ മതത്തെ വിട്ടിട്ടാകരുത്. അത് ഏറ്റുപറയുകയും അത് ഏറ്റുപറയുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഈ നടപടി പുസ്തകത്തിലൂടെ പറഞ്ഞു വരുന്ന ഇതാണ്, യഥാർത്ഥത്തിൽ ഈശോയുടെ കൂടെ നേതൃത്വത്തിലേക്ക് വരുന്നവർ എല്ലാവരും ഈ രീതിയിൽ കർത്താവിൻ്റെ വചനം കേട്ടവരും അവനെ തിരിച്ചറിഞ്ഞവരുമായിരിക്കണം, അവൻ്റെ സന്ദേശം മനസ്സിലാക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ വിശ്വാസത്തിനെ തള്ളിപ്പറയുന്നവരായി മാറും. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ മതം പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസം പറഞ്ഞാൽ നമ്മൾ വർഗീയത പറയുകയല്ല. വർഗീയത എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ മതവും എൻ്റെ ജാതിയും എൻ്റെ ഭാഷയ്ക്ക് മാത്രം മതി എന്ന് പറയുന്നതാണ്. വേറെ ആരും ഇവിടെ വേണ്ട എന്ന് പറയുന്നതാണ്. ഇവിടെയുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ എനിക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുന്നത്, അതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും വേണം. ഞാൻ എൻ്റെ മതത്തിലും എൻ്റെ വിശ്വാസത്തിലും അഭിമാനിക്കുന്നു. ഞാൻ ഈശോയെ കണ്ടവനാണ്, തൊട്ടവളാണ്, കണ്ടവളാണ്. അത് പറയുന്നതിൽ നമ്മളെന്തിനാ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന നറുക്ക് വീഴുന്നത്. അവരാണ് വീണ്ടും ഈശോയുടെ കൂടി നടക്കുന്നതും ഈശോയുടെ കൂടി എണ്ണപ്പെടുന്നതും. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവ സമൂഹത്തിൽ നേതൃത്വത്തിലേക്ക് വരാനായിട്ട് അർഹതയുള്ളതിൽ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ വായന ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്കറിയാം, ഈ ഫിലിപ്പിയിലെ സഭയിലുണ്ടായ വഴക്കുകളുടെ പശ്ചാത്തലത്തിലാണ് പൗലോസ് അത് എഴുതുന്നത്. ആകയാൽ മിശിഹായിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഈശോ മിശിഹായ്ക്കുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ.
ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ, കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഇതാണ് കാര്യം. ചുരുക്കത്തിൽ ഇവിടെ പറയുന്ന എന്താണ്? നമ്മൾ ഒരു ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവേണ്ട മനോഭാവം എന്താണ്? നമുക്കുണ്ടാവേണ്ട മനോഭാവം ഇതാണ്: നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ എന്താ നടക്കുന്നത്? വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ്. നമുക്കൊരിക്കലും ഒന്നിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരല്പം വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒരു കൂട്ടർ മാത്രം ഇങ്ങനെ എല്ലാം വിട്ടുകൊടുക്കുകയും മറുകൂട്ടരെല്ലാം പിടിച്ചു വാങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതല്ല ക്രൈസ്തവ എന്ന് പറയുന്നത്. ഈ ക്രൈസ്തവ ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു സ്വർഗത്തിൻ്റെ അനുഭവമാക്കി മാറ്റാനായിട്ട് സാധിക്കുക. എല്ലാം വിട്ടുകൊടുക്കാനാണെങ്കിൽ ഞാൻ നിന്നിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഒരാൾ വിട്ടുകൊടുക്കാനും മറ്റുള്ളവരെല്ലാം സ്വീകരിക്കാനും അല്ല, എല്ലാവരും വിട്ടുകൊടുക്കുക, എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. എന്നിട്ട് പറയുകയാണ്, മാത്സര്യം മൂലമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത്. അതായത് മറ്റുള്ളവരുടെ മറ്റേ ഇടവകയിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്കും വേണം അതുപോലെ, അല്ലെങ്കിൽ മറ്റേ അയലോക്കത്തെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരു വണ്ടിയാണ്, നമുക്കും വേണം വരണം. അങ്ങനെ നിങ്ങളൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലെ അയലോക്കത്തെ കുട്ടി പഠിക്കാൻ MBBS പഠിക്കാൻ പോകും, നമുക്കും പോകണം, എൻ്റെ കുട്ടിക്കും പോകണം. ഇങ്ങനെയുള്ളതൊന്നുമല്ല. നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിച്ച് നോക്കുക, എനിക്കെന്താണ് ആവശ്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരു ക്രൈസ്തവ വ്യക്തി എന്ന നിലയിൽ എൻ്റെ വിശ്വാസം എന്തായിരിക്കണം, ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് അതിനെ വ്യക്തിപരമായ ഒരു വസ്തുനിഷ്ഠമായിട്ട് കണ്ട് നടപ്പാക്കുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഒരു കണ്ടില്ലേ, അവരൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ, അവരങ്ങനെ പലതും ചെയ്യും. പക്ഷേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു മാനദണ്ഡം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആ മാനദണ്ഡം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്, കർത്താവിൻ്റെ പ്രബോധനങ്ങളാണ്. ആ പ്രബോധനം അനുസരിച്ച് നമ്മൾ ചെയ്യുക. ഒരുപക്ഷെ അയലോക്കത്തുള്ളവൻ അങ്ങനെ ആകണമെന്നില്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹം തന്നെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹം ആകണമെങ്കിൽ ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ പഠിക്കണം. അപ്പോഴാണ് ഈ ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകുക, ഈ നിത്യജീവൻ്റെ അനുഭവം ഉണ്ടാകുക. നമുക്കൊരു സ്വർഗത്തിൽ മരണശേഷം നമ്മളവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ ദൈവത്തിൽ ജീവിക്കുന്നവരാകുന്നു. ഇതുപോലെ നമുക്ക് ഇവിടെയും ജീവിക്കാൻ കഴിയണം. അതാണ് ഈ ക്രൈസ്തവ ജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങ് പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുകയാണ്, അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കും. എന്നിട്ടോ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇതാ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കർത്താവിനെ അവർ വിശ്വസിച്ചില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവരെന്ത് ഭൂതമായിട്ടാണ് മനസ്സിലാക്കിയത്. അതുവരെ അവർ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ലല്ലോ. അപ്പോഴവർ പറഞ്ഞു ഇതൊരു ഭൂതമാണ്. അപ്പോൾ അതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തോമാസ് ലീഹയോട് പറയുന്നു, നിൻ്റെ കൈയൊക്കെ എൻ്റെ കൊണ്ടുവരിക, എൻ്റെ വിലാവിലിടുക. അതുപോലെ കടപ്പുറത്ത് വെച്ചവർക്ക് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം ഭൂതമൊന്നുമല്ല. ഇത് ഈശോ തന്നെയാണ്, ജീവിക്കുന്ന ഈശോയാണ്. അതായത് അവരുടെ ഹൃദയകാഠിന്യം, അവിശ്വാസം എന്തായിരുന്നു? ഈശോ ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, നമുക്കും ഇതുവരെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നൊക്കെയുള്ള ആ വിശ്വാസം നമുക്കുണ്ടാകണം. അത് അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, ഈ ജെറൂസലേം ദേവാലയത്തിലെ പുരോഹിതന്മാരായിരുന്ന സദ്ദൂച്യരുണ്ട്. അവരങ്ങനെ പുനരുത്ഥാനത്തിലൊന്നും വിശ്വസിച്ചിരുന്നവരല്ല. അവർക്കെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ സ്വാധീനമൊക്കെ ഈ പറയുന്ന അവിടെ ചെല്ലുന്ന ആരാധകരുടെ മേലുണ്ടാകും. ആ കൂടെയുള്ള അപ്പോസ്തലന്മാരുടെ മേൽ ഇതൊക്കെ ഉണ്ട്, ഈ സ്വാധീനം ഉണ്ടാകും. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണം, ഈ ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഉയർപ്പിൻ്റെ ജീവിതമുണ്ട്. വീണ്ടും പറഞ്ഞതാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം.
എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുക. അത് നമ്മുടെ എല്ലാം ദൗത്യമാണത്. അത് ആരുടെയെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദൗത്യമല്ല, വൈദികരുടെ സന്യസ്തരുടെ മാത്രം ദൗത്യമൊന്നുമല്ല. എല്ലാവരുടെയും ലോകമെങ്ങും പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം. നമ്മളിവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോകണമെന്നോ അല്ലെ ആഫ്രിക്കയ്ക്ക് പോകണമെന്നോ അല്ല ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പ്രസംഗിക്കുക. അത് ചിലപ്പോൾ വീട്ടിലായിരിക്കാം, നാട്ടിലായിരിക്കാം, സ്കൂളിലായിരിക്കാം. നമുക്കതിനുള്ള കടമയുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മാത്രമല്ല, നമ്മൾ എല്ലാവരെയും ഇത് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതാണ് മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ പോയി പഠിപ്പിക്കണം. അങ്ങനെ ഈ ലോകത്തിലുള്ളവർ മുഴുവൻ കർത്താവിൻ്റെ ആ ശൈലി സ്വീകരിച്ച് കഴിയുമ്പോൾ, അവിടുന്ന് പറഞ്ഞതെല്ലാം സ്വീകരിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോകം തന്നെ സ്വർഗമായിട്ട് മാറും. അതാണ് ക്രൈസ്തവ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറയുന്നത്. കർത്താവിൻ്റെ ജീവിതശൈലി സ്വീകരിക്കാനായിട്ട് പഠിപ്പിക്കുക. നമ്മൾ ശരിയാണ്, സ്കൂൾ നടത്തുന്നു, ആശുപത്രി നടത്തുന്നു, പക്ഷേ അവിടെ വരുന്നവരോട് നമ്മൾ കർത്താവിൻ്റെ വഴികൾ പറഞ്ഞു, ഇതാണ് കർത്താവിൻ്റെ വഴി, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ല. നിർഭാഗ്യവശാൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം അതുതന്നെയാണ്. കർത്താവിൻ്റെ വഴികൾ ആരെയും പഠിപ്പിക്കുന്നില്ല, കർത്താവിൻ്റെ ശൈലി ആരെയും പഠിപ്പിക്കുന്നില്ല. അത് മക്കളെ പഠിപ്പിക്കുന്നില്ല, അതുപോലെ മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഉയർപ്പ് കാലത്ത് ഈ ഉയർപ്പിൻ്റെയൊക്കെ അനുഭവം ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ ശൈലി, കർത്താവിൻ്റെ വാക്കുകൾ, വഴികൾ എല്ലാവരെയും പഠിപ്പിക്കണം. ഈ ലോകം മുഴുവനും അങ്ങനെ ആയിത്തീരുമ്പോൾ ഇതൊരു സ്വർഗമാവുകയില്ലേ? ഇതാണ് ഈ ഉയർപ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, അതിന് ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.